തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഇപ്പം എല്ലാവരും കരുതുന്നുണ്ടാവും ആരാണ് എന്താണ് കരുതുന്നതിന് ഞാൻ നിങ്ങളോട് ഒരു കുറ്റവും പറയുന്നില്ല. കാരണം ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഇതുവരെ ഞാൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ പോലും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എല്ലാവർക്കും കരുതാം ഇത്രയും ദിവസം അല്ലാണ്ട് ഇപ്പോൾ എവിടെ നിന്ന് വന്നതാ, എന്തിനാണ് ഇപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത്, എന്തിനാണ് ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് നിങ്ങൾ ചോദിക്കുന്നതിനൊരു തെറ്റുമില്ല മക്കളെ. നിങ്ങൾ എന്നോട് ചോദിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ടോപ്പിക്ക് വന്ന ഒരു ഇനീഷ്യൽ ഡേയ്സ് ആദ്യത്തെ 2-3 ദിവസങ്ങളിൽ ഞാൻ വേറെ ഏതോ ടോപ്പിക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് മടിയായിരുന്നു, വീഡിയോയേ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 2 ദിവസം ഈ ഒരു ടോപ്പിക്ക് റെഫർ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി. അതോടുകൂടി ഈ കോണ്ടൻറ്റേ ചെയ്യണ്ട എന്നൊരു തീരുമാനത്തിലായിരുന്നു ഞാൻ. കാരണം നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും. പുതിയൊന്ന് വരുമ്പോൾ നമ്മൾ നന്നായി കേട്ട് മനസ്സിലാക്കി നമുക്കൊരു ഐഡിയ കിട്ടി എന്നിട്ടേ സംസാരിക്കാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വേണ്ട എന്ന് കരുതി വെച്ചതാണ്. പക്ഷേ ഇന്നലെ ഞാൻ നോക്കുന്ന ആളുടെ പേര് ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ കാണാനിടയാവുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് വീഡിയോ റിയാക്ട് ചെയ്ത കുറേ വീഡിയോസും ഞാൻ കണ്ടു. ഈ ഒരു സാധനം കേട്ടപ്പോൾ എൻ്റെ മനസ്സിനോട് പറഞ്ഞു, അമിയ സംസാരിക്കുന്നേ, ഇനിയെങ്കിലും ഈ വിഷയം നീ സംസാരിച്ചേ പറ്റൂ. സത്യം പറയാം, ആ വീഡിയോയിൽ ആലപ്പി അഷ്റഫ് വായിച്ച പല കാര്യങ്ങളും പല സ്റ്റേറ്റ്മെൻറ്റും കണ്ട സമയത്താണ് എനിക്ക് പറയണം തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇന്നത്തെ വിഷയം ടിനി ടോമാണ്. അപ്പം ഈ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എന്തായാലും നാം വീഡിയോ അങ്ങ് തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ബേസിക് ന്യൂസിൽ നിന്ന് തന്നെ ആരംഭിക്കാം. താരസംഘടനയായ AMMAയ്ക്ക് മറുപടി നൽകി നടി അൻസിബ ടിനി ടോമിനെതിരായിട്ടുള്ള പരാതി നിഷ്പക്ഷമായി കേൾക്കണമെന്നും പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നുമാണ് അൻസിബയുടെ ആവശ്യം. അതിനിടെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപമാനിക്കപ്പെട്ടെന്നും അതിൽ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് അൻസിബ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. അമ്മയിലെ ആരോപണങ്ങൾ നിയമ നടപടികളിലേക്ക് നീങ്ങുന്ന പശ്ചാത്തലത്തിലാണ് മുൻ ജനറൽ സെക്രട്ടറിയും നടിയുമായ അൻസിബയെ കേൾക്കാൻ അമ്മ തീരുമാനിച്ചിരിക്കുന്നത്. ജൂൺ 1 മുതൽ 3 വരെ ഉള്ള ദിവസങ്ങളിൽ അമ്മ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിക്കാമെന്നാണ് അൻസിബയെ അറിയിച്ചിരിക്കുന്നത്. എന്താണ് ആരോപണമെന്നും ആരോപണത്തിന് അടിസ്ഥാനമാക്കിയിട്ടുള്ള തെളിവുകളും ഹാജരാക്കണമെന്നാണ് കത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അൻസിബ ഇതിന് മറുപടി നൽകിയിരിക്കുന്നത് ജൂൺ 1-ാം തീയതിയോ അല്ലെങ്കിൽ ജൂൺ 7-നോ ഹാജരാകാമെന്നുള്ളതാണ്. പക്ഷേ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായി കാര്യങ്ങൾ വിശദീകരിക്കാൻ താല്പര്യമില്ല. അതിനു പകരം ഒരു സമിതിയെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 3-അംഗ സമിതിയിലെ അംഗങ്ങളെയും അൻസിബ നിർദ്ദേശിച്ചിട്ടുണ്ട്. രമേഷ് പിഷാരടി, മാല പാർവതി, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരെ സമിതി അംഗങ്ങളാക്കണം എന്നുള്ളതാണ് അൻസിബയുടെ ആവശ്യം. ഇനി ആരെങ്കിലും അസൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അംഗത്തെ താൻ നിർദ്ദേശിക്കാമെന്നും പറയുന്നുണ്ട്. ഇവർക്ക് മുമ്പാകെ താൻ ഹാജരായി കാര്യങ്ങൾ ബോധിപ്പിക്കാമെന്നുള്ളതാണ്. മറുഭാഗത്തിനും സമാനമായി ഈ സമിതിക്ക് മുമ്പാകെ വന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കാം. ഈ 2 നടപടികളും ചിത്രീകരിക്കണം എന്നുള്ളതാണ് അൻസിബയുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. ആ ചിത്രീകരിച്ചതിൻ്റെ ഒരു കോപ്പി തനിക്ക് നൽകണമെന്നും അൻസിബ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ അമ്മ എന്ത് തീരുമാനമെടുക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിടയിലാണ് തൃപ്പൂണിത്തുറ SI രേഷ്മയ്ക്കെതിരെ അൻസിബ മുഖ്യമന്ത്രിക്ക് പരാതി. ഫ്രം ദ സ്റ്റാർട്ട് ന്യൂസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഈ അൻസിബ എന്ന് പറയുന്ന വ്യക്തിനെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. ഈ ബിഗ് ബോസിൽ വന്ന സമയത്ത് ആളുടെ ഒരു പെരുമാറ്റം എനിക്ക് തോന്നുന്നു ജാസ്മിൻ ജാഫറിൻ്റെ സീസണിൽ ഉണ്ടായിരുന്ന ആളാണ് അൻസിബ. എനിക്കൊരു ക്യാരക്ടറുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് അൻസിബേനെ ഭയങ്കര ഫീൽ ചെയ്തിട്ടുണ്ട്. ഈവൻ ബിഗ് ബോസിൻ്റെ സമയത്താണെങ്കിലും ഒരു വേണ്ടെടുത്ത് സംസാരിക്കുക, വെറുതെ കടന്ന് ഈ ഏഷണി പരദൂഷണം, എനിക്ക് അങ്ങനെയൊന്നും ആ കൊച്ചിനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു വ്യക്തി തന്നെയായിരുന്നു ഒരു അൻസിബ. അൻസിബ അമ്മയുടെ ഒരു ജനറൽ കമ്മിറ്റിയിലൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇത്രയും ചെറിയ കുട്ടിയോ? കാരണം അമ്മ എന്ന് പറഞ്ഞാൽ നീണ്ട് നിരന്ന് കിടക്കുകയാണ് സിനിമാ നടന്മാർ. അത്രയും ആൾക്കാർക്ക് ഇതിൻ്റെ ഭാഗമാവാൻ പറ്റും എന്നുള്ളത് അറിയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഈ പാർവതി തിരുവോത്തറിനെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആളൊക്കെ ഈ അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയി. പിന്നെ ഈ നടിയുടെ വിഷയം വന്ന ആ ഒരു ടൈം തൊട്ടിട്ട് എനിക്ക് ഈ അമ്മ എന്ന് പറയുന്ന അമ്മ എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, AMMA എന്ന് പറയണം. കാരണം അമ്മ ഇസ് ലൈക്ക് ജോ അമ്മ എന്ന് പറയുന്ന AMMA എന്ന് പറയുന്ന ഈ സാധനത്തിനോട് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. കാരണം
പ്രത്യക്ഷപരമായിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ അമ്മയിലുള്ള ആളല്ലാത്തതുകൊണ്ടോ അതിൻ്റെ ഉള്ളിൽ നിൽക്കാത്തതുകൊണ്ടോ എനിക്കിതിനെ പറയുന്നതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പൊതുവേ പുറമെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും ഈ അമ്മയിലൊരു മെയിൻ കുറച്ച് ടീമുകളുണ്ട്. ഇവരാരെയാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ രീതിയിലാണ് അമ്മ അങ്ങോട്ട് പോവുക. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൽ ശരി എവിടെ തെറ്റെവിടെ എന്നൊരു ചോദ്യം അവിടെ പോകുന്നില്ല. പകരം ഇവർക്ക് ഇതിൽ ആരുടെ സൈഡ് ഓഫ് സപ്പോർട്ടാണോ അവിടെയാണ് ഇവർ പോവുക എന്നുള്ളത് ആ സമയം തൊട്ടേ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. വെറുതെയാണ് ഈ ഒരു സാധനം. ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടോ ഒരു സഹായമോ ഒന്നും പല വിഷയങ്ങളിലും അമ്മ എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനിതിനെ ആ രീതിയിലേ കണ്ടിട്ടുള്ളൂ. ഒരു അമ്മ എന്ന് പറയുന്ന സംഘടനയും ഗ്രൂപ്പിനെയും എന്തോ ഒരു വലിയ സംഭവമായിട്ട് അല്ലെങ്കിൽ അതൊരു വലിയ ചേഞ്ച് കൊണ്ടുവരും, വലിയൊരു മാറ്റം കൊണ്ടുവരും, ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പം ഈ ഒരു വിഷയം ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈവൻ ഇതിൻ്റെ എക്സിക്യൂട്ടീവിലുള്ള ഞാൻ തോന്നുന്നു ശ്വേത എന്ന് പറയുന്ന ആക്ട്രസ്, പുള്ളിക്കാരിയൊക്കെ വന്ന് നിന്ന് ഫ്രണ്ടിൽ വന്ന് സംസാരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കണ്ടാൽ തോന്നുന്നു ഒന്നും അറിയില്ല. ഇന്നാളങ്ങനെയാണ് ഞാൻ കണ്ടത്, ടിനി ടോമിൻ്റെ കൂടെ നിന്നിട്ട്. എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നും അറിയില്ല, ഞാനൊന്നും കേട്ടില്ല. കഴിഞ്ഞ 5-6 ദിവസമായിട്ട് മീഡിയയിലെ ഡിസ്കഷൻ നടന്നുകൊണ്ട് നിൽക്കുക. എന്നിട്ടാണ് ചോദിക്കുന്നത് എന്താ ഇപ്പോൾ ഇവിടെ പ്രശ്നം. അതാ ഞാൻ പറഞ്ഞു, ഇവരൊരു കാറ്റഗറി, ഇവർ ഈ എക്സിക്യൂട്ടീവിലുള്ള ആൾക്കാർ ചിലപ്പോൾ ടിനി ടോമിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഞാൻ പച്ചയ്ക്ക് പറയും, എനിക്ക് ഈ നുണയൊന്നും പറയാൻ വയ്യ, ടിനി ടോമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയൊന്നും കേൾക്കാൻ ഇവർ റെഡിയല്ല. ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നതുകൊണ്ടാണ് അൻസിബ പറഞ്ഞത് അമ്മ കേൾക്കാൻ പോലും റെഡി ആയിട്ടില്ല. എനിക്ക് കേൾക്കാൻ വിളിക്കുമ്പോൾ കുറച്ച് ബോധമുള്ള ഇറ്റുങ്ങളെ വിളിക്കണമെന്ന്. ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്യുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരെയാണ് വിളിക്കുന്നതെങ്കിൽ എന്തായാലും ഇവളിവിടെ കടന്ന് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മനസ്സിലായത് കുറച്ച് ബോധവും വിവരമുള്ള ആൾക്കാരെ വേണമെന്ന്. അതുകൊണ്ടായിരിക്കും ഇവൻ ധ്യാൻ ശ്രീനിവാസൻ, മാല പാർവതി എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരെ ഇട്ടത്. ഇനി അത് ഇട്ടാലും ഇട്ടില്ലെങ്കിലും അത് ഷൂട്ട് ചെയ്യണം എന്ന് പറയാനുള്ള കാരണം ഇവരുടെ റിപ്ലൈസ് അവൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിക്കാനാണ്. ഞാൻ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അമ്മയുടെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ കാണിക്കാനായിരിക്കും, അല്ലെങ്കിൽ അത് അവളുടെ ഒരു തെളിവായിരിക്കാം, അവളുടെ ഒരു പ്രൂഫായിരിക്കാം. എന്തായാലും അൻസിബ വളരെ ബുദ്ധിപരമായ രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അത് ആ രീതിയിൽ തന്നെ ചെയ്തു കൊടുക്കണം അൻസിബയ്ക്ക്. ഇങ്ങനെ ഒരു ചാമ്പർ നോട്ട്സ്, കാരണം എക്സിക്യൂട്ടീവ് അംഗത്തിൽ ഒരു വിഷയം ഉണ്ടായാൽ അത് സംസാരിക്കേണ്ടത്, ഡിസ്കസ് ചെയ്യേണ്ടത്, തീർക്കേണ്ടത് എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലാണ്. അവിടെ ഒരു മാങ്ങാണ്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് ന്യൂസിലോട്ട് വരുന്നതും ചർച്ചയാവുന്നതും ഡിസ്കഷൻ ആവുന്നതും കേസാവുന്നതും എല്ലാം ആവുന്നതും. പിന്നെ ഇതേ ടീമിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ടിനി ടോം ഈ അൻസിബേനെ പറ്റി വേണ്ടാത്ത ഓരോ തോന്നിവാസം പറഞ്ഞു നടന്ന് അതിൽ അൻസിബയ്ക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് അൻസിബയ്ക്ക് അവിഹിതം ഉണ്ടെന്നും പിന്നെ അവളുടെ ജാതി പറഞ്ഞ അവളെ കളിയാക്കുകയും ചെയ്തു. ഇത് 2 സാധനമാണ് ടിനി ടോം മെയിനായിട്ട് ചെയ്തത്. കാരണം അവിഹിതം പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും അങ്ങ് ഡൗട്ടായി പോകും. അതങ്ങനെയാണ്, ചെയ്താലും ചെയ്തില്ലെങ്കിലും. കാരണം മത്തി പോലെയാണ്, നാറിക്കൊണ്ടിരിക്കും. ടിനി അതിൽ കയറി പിടിച്ചു. തിരിച്ച് ടിനിക്കൊരു അവിഹിതം കൊടുത്തുകൂടായിരുന്നോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അടുത്ത കേക്ക്. അൻസിബ ഹസന് പിന്നാലെ നടൻ ടിനി ടോമിനെതിരെ നീന കുറുപ്പും അമ്മ സംഘടനയ്ക്ക് പരാതി നൽകിയിട്ടുണ്ട്. ടിനി ടോം പരസ്യമായി അസഭ്യം വിളിച്ചു, അശ്ലീലവും പറഞ്ഞുവെന്നാണ് പരാതി. അമ്മയുടെ കുടുംബ സംഗമ സമയത്തായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അനൂപ് ദാസ് ആണ് ഈ വാർത്തയുടെ വിവരങ്ങളും നൽകുന്നത്. അനൂപ്, മറ്റൊരു പരാതി കൂടി വരികയാണല്ലോ. എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്നാണ് നീന കുറുപ്പ് പറയുന്നത്? ഫെബ്രുവരി മാസത്തിലായിരുന്നു അമ്മ സംഘടനയുടെ കുടുംബസംഗമം നടന്നത്. ആ കുടുംബസംഗമത്തിൽ വെച്ച് പരസ്യമായി അശ്ലീലം പറയുകയും തെറ്റായി മോശമായി പെരുമാറുകയും ചെയ്തു, ആളുകളുടെ മുന്നിൽ അപമാനിച്ചു എന്നാണ് നീന കുറുപ്പിൻ്റെ പരാതി. ഈ പരാതി ആദ്യം തന്നെ ഈ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകളെ നേരിട്ട് അറിയിച്ചു. അതിനുശേഷം മെയ് മാസത്തിലാണ് ഔദ്യോഗിക പരാതിയായി നൽകിയത്. മെയ് ആദ്യവാരമാണ് ഔദ്യോഗികമായിട്ട് പരാതിയായി നൽകിയത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഇന്ന് നീന കുറുപ്പിൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വരുന്നു. ഇത് രണ്ടും ടിനി ടോമിനെതിരെയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ അൻസിബയുടെ പരാതിയിൽ അന്വേഷണമില്ല, അതായത് പ്രത്യേക സമിതിയെ വെച്ച് അന്വേഷണമില്ല, അതെന്തോ ഗൂഢാലോചനയാണ് എന്ന നിലപാടായിരുന്നു അമ്മ സംഘടന സ്വീകരിച്ചത്. പ്രസിഡന്റ് അങ്ങനെയാണ് മാധ്യമങ്ങളോട് നേരെ വന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ, നീന കുറുപ്പിന്റെ വിഷയത്തിൽ എന്തായിരിക്കും അമ്മ സംഘടനയുടെ മറുപടി എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്ന് ആ പ്രതികരണം തേടാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. അനു, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അൻസിബ പറഞ്ഞ കാര്യത്തിൽ തനിക്കെതിരെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്ന ഒരു കാര്യം, അതിൽ നീന കുറുപ്പും സാക്ഷിയാണ്, അവർക്കും അറിയാം, സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അൻസിബ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പോലും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെയാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? ഇപ്പോൾ രണ്ടും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല, അൻസിബ കഴിഞ്ഞ ദിവസം ഈ നീന കുറുപ്പിന്റെ പേരും പറഞ്ഞതുകൊണ്ട് തന്നെ ആ തരത്തിൽ കൂടി ഒരുപക്ഷെ ഈ പരാതി വരുമ്പോൾ ചർച്ച ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ലേ? അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഈ
നീനാക്കുറുപ്പിന്റെ പരാതി എന്ന് പറഞ്ഞത് ഈ ടിനി ടോം അവർക്കെതിരെ പറയുന്നത് അവര് തന്നെ നേരിട്ട് കേട്ടു, അവർക്കെതിരെ അന്വേഷണം പറയുന്നത് അവർ തന്നെ കേട്ടു എന്നുള്ളതാണ്. എന്നാൽ അൻസിബയെ സംബന്ധിച്ച് അൻസിബ അപ്പം പൊതുവേ നമ്മൾ എല്ലാ കേസുകളും നോക്കിയാൽ അറിയാം, പ്രത്യേകിച്ച് ഈ സിനിമാപരമായിട്ടുള്ളത്. ഇപ്പം ഇത്രയും ദിവസം ഈ നീനകുമാറിനെ ഒന്നും ഈ പരിസരത്ത് കണ്ടിട്ടില്ല. എന്നാൽ ഇപ്പം അൻസിബയുടെ ഒരു കേസ് വന്നതോടുകൂടി നീനകുമാറും പുറത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നീനകുമാർ ഫേസ് ചെയ്തൊരു സാധനം ആയതുകൊണ്ടായിരിക്കാം പുറത്തോട്ട് വന്നത്. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എന്തിനാണ് നിങ്ങൾ ഇത്ര ലേറ്റ് ആവുന്നത്? ഈ അമ്മയിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചധികം സിനിമയോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പിന്നെ എന്താ ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം? അതിൽ നിൽക്കുന്ന നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം, നല്ല പൊളിറ്റിക്സ് ഇതിനുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് അന്ന് ഉണ്ടായിരുന്ന ആ വിഷയത്തെ ഇത്രത്തോളം സഹിച്ചു കൊണ്ടിട്ട് നിങ്ങൾ ഇതിൽ നിന്നത്? അല്ല, എനിക്ക് മനസ്സിലാവായിട്ട് ഞാൻ ചോദിക്കുക. കാരണം നീനകുമാറൊക്കെ എപ്പോഴോ മുമ്പ് അനുഭവിച്ച ഒരു സാധനം ഇവിടെ, കാരണം അൻസിബ രാജിവെക്കുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ പുറത്തോട്ട് വന്നത്. പക്ഷെ നീനകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇത് മുമ്പ് ഫേസ് ചെയ്തൊരു സാധനമാണെങ്കിൽ അപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് പറയണ്ടേ? നിങ്ങളിപ്പോൾ ഇത് പറയുമ്പോഴാണ് അവർക്ക് തന്നെ ഇതൊരു ലൂപ്പാവുന്നത്. കാരണം കള്ളക്കഥകൾ ഉണ്ടാക്കി തന്നെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനങ്ങളൊക്കെ ടിനി ടോമിന് പറയാം. പറഞ്ഞാൽ ഒരാളും അല്ല എന്ന് പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴാണ് എല്ലാം ഇങ്ങനെ ഡും മാലാക എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഡിസ്കഷൻ ആവുന്നത്. അപ്പം അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയാൻ ശ്രമിക്കുക. ഇനി അങ്ങോട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. ആൻഡ് നെക്സ്റ്റ് തിങ് ഇവിടെ പറഞ്ഞത്, അപ്പം ചാകരയായിട്ട് ഇങ്ങനെ ഓരോരുത്തർ അലിഗേഷൻസ് ആയിട്ട് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഒരു പുരുഷൻ നമ്മളെ അടിക്കുകയാണെങ്കിൽ തിരിച്ചടിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. കാരണം അവരുടെ അത്രയുള്ളൊരു പവർ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഈ അസഭ്യോ അശ്ലീലോ പറയുന്ന സമയത്ത് തിരിച്ച് അസഭ്യോ അശ്ലീലവും പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചങ്ങ് റിയാക്ട് ചെയ്തുകൂടെ? അതിന് പറഞ്ഞുകൂടെ? എന്നിട്ട് ആ വിഷയം അപ്പം തന്നെ അവിടെ ഒരു ഡിസ്കഷനാക്കി തീർത്തുകൂടെ? അല്ലെ അത് നേരെ അത് റെക്കോർഡ് ചെയ്തിട്ട് നേരെ കൊണ്ടുപോയി കേസാക്കിക്കൂടെ? ഇതിപ്പോൾ നീനകുമാർ പറഞ്ഞത്, നീനകുമാറിൻ്റെ അടുത്ത് ഡയറക്റ്റ് പറഞ്ഞത് കേട്ടു എന്നാണ്. അൻസിബ പറയുന്നത് വേറൊരാളുടെ അടുത്ത് പറഞ്ഞ കേട്ടു എന്നാണ്. ആൻഡ് ഇത് കുറച്ച് മാസങ്ങൾ മുമ്പ് നടന്നൊരു സാധനമാണ്. അമ്മയിൽ തന്നെ ഡിസ്കഷൻ പോയി, എന്നിട്ടൊന്നും ആവാണ്ടിപ്പോൾ ഇതിലോട്ട് വന്നു. ഞാൻ ആലോചിക്കുന്നത്, ഇതൊക്കെ കേട്ടെന്തിന് നിൽക്കണം, സഹിച്ചെന്തിന് നിൽക്കണം, എന്തിന് ടോളറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഈ അമ്മ എന്നൊക്കെ പറയുന്ന AMMA എന്നൊക്കെ പറയുന്ന സാധനം ഒരു AMMA ആയി മാത്രം അവിടെ നിൽക്കാന്നേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. വളരെ ക്വാളിറ്റി ഉള്ള മനുഷ്യന്മാരൊക്കെ ഇപ്പോൾ കറണ്ട്ലി അതിൽ നിന്ന് പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. ക്വാളിറ്റി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യസന്ധമായി അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കൊണ്ടിട്ട് നീതിക്ക് വേണ്ടി അല്ലെങ്കിൽ റൈറ്റിന് വേണ്ടി നിൽക്കുന്ന. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സപ്പോർട്ട്, ഫേവറിസം, പൊളിറ്റിക്സ് ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം നല്ലത് നിങ്ങളങ്ങനെ ഒരു ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ അവിടെ ഇങ്ങനത്തെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, അത്രയേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബേസ് ഓഫ് വിഷയങ്ങൾ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അൻസിബയുടെ ഒരു ഓഡിയോ ആണ്. അൻസിബയുടെ ഓഡിയോ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ വേറെ എന്തുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിലോട്ട് ഇറങ്ങി എന്നുള്ള ഒരു ക്ലിപ്പിലോട്ട് പോകും. നമസ്കാരം, ഞാൻ അൻസിബയാണ്. പ്രിയപ്പെട്ട അംഗങ്ങളെ, എനിക്ക് ഇങ്ങനെ ഒരു ഓഡിയോ മെസ്സേജ് ഇടേണ്ട ഗതികേട് വരുത്തിയതാണ് എല്ലാവരും കൂടെ. ഞാൻ വളരെ ധൈര്യത്തോടെ പൊതുസമൂഹത്തിൽ വന്ന് ഞാൻ നേരിട്ട ദുരനുഭവങ്ങൾ വിളിച്ചു പറയേണ്ട ഗതികേട് ഈ സംഘടനയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടനയിലുള്ള ആളുകളാണ് ഉണ്ടാക്കിയത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അവിടുന്ന് ഒരു നീതി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പുറം ലോകത്ത് വന്ന് വിളിച്ചു പറഞ്ഞത്. ഞാൻ ആ പുറം ലോകത്ത് വന്ന് സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് സാക്ഷി പറയാൻ നീനകുറുപ്പ് ചേച്ചി വന്നു. നീനകുറുപ്പ് ചേച്ചിയുടെ പരാതിയിൽ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരാൾ എനിക്ക് വേണ്ടി സാക്ഷി പറയാൻ വന്നിട്ടും നമ്മുടെ അമ്മ സംഘടനയിലുള്ള ചില സ്ത്രീകൾ ടിനി ടോം ചേട്ടനെ സപ്പോർട്ട് ചെയ്തു വരുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ടിനി ടോം അങ്ങനെ പറയില്ല എന്നാണ് പറയുന്നത്. പറഞ്ഞു എന്ന് മറ്റൊരു സ്ത്രീ വളരെ വ്യക്തമായി ധൈര്യത്തോടെ വന്ന് പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ എങ്ങനെയാണ് നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിന് വെറും ഒരു പരദൂഷണം എന്ന് പറയാൻ എങ്ങനെ സാധിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാര്യത്തിന്റെ സത്യം അറിയാതെ എനിക്കെതിരെ പബ്ലിക്കലി പോയി സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അതിന് വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെയാണോ ചെയ്യാൻ? കഷ്ടം തോന്നുന്നു. ഞാന് ഈ സംഘടന ഇനിയെങ്കിലും നന്നാവട്ടെ. ഒരിക്കലെങ്കിലും നമ്മുടെ സംഘടനയിലുള്ള സ്ത്രീകൾക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരുടെ കൂടെയാണ് എപ്പോഴും നിന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക്
അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. എടോ, ഇത് വല്ല ചെറിയ ഡയലോഗോ കാര്യങ്ങൾ എന്തെങ്കിലും ആണോ ഒരു പെൺകുട്ടിക്ക് ഗോസിപ്പ് ഇളക്കാൻ? അല്ലെ വെറുതെ ഇപ്പോൾ ഒരു ഗോസിപ്പ് ഇളക്കേണ്ട ആവശ്യം എന്താണ്? ഈ വിക്ടിം കാർഡ് കളിക്കുക എന്നുള്ളൊരു സാധനം എന്തിനാണ് നിങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നത്? എനിക്കത് മനസ്സിലാവായിട്ട് ചോദിക്കുക. ഒരു പെൺകുട്ടി നേരിടുന്ന പ്രശ്നം അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്ക് അവൾ എങ്ങനെയാണ് ഒരു വിക്ടിം കാർഡ് ആവുന്നത്? ഇവിടെ അൻസിബയും ഈ പെർട്ടിക്കുലർ ടിനി ടോമും തമ്മിൽ ചിലപ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാഷ് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ ടിനി ടോം ഇങ്ങനെ ഈ പെൺകുട്ടീനെ പുറകെ നടന്ന് കുത്തുന്നുണ്ടാവും. വേണ്ട വേണ്ട എന്ന് വെച്ച് പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞ് ലാസ്റ്റ് ഉള്ള സൈ കെട്ടുകൊണ്ടായിരിക്കും ഇവരുടെ അമ്മയിൽ വന്ന് പറഞ്ഞത്. അതിന് ശേഷമുള്ള ഓഡിയോസ് കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിട്ടുള്ളത്. എന്നിട്ടും അമ്മ മൈൻഡ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും അവൾ മീഡിയയിൽ പറഞ്ഞത്. ഇപ്പോൾ മീഡിയയിൽ പറഞ്ഞതാണ് എല്ലാവരും അടുത്തൊരു വിഷയമാക്കി അവൾ പറയുന്നത്. എന്ത് വൃത്തികെട്ട അലിഗേഷനാണ് ഈ മനുഷ്യൻ അവളെ പറ്റി പറഞ്ഞുകൊടുക്കുന്നത്? നിങ്ങളെ സപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ ഉള്ളു പറഞ്ഞ സത്യമാണ്. നിങ്ങൾ പെണ്ണുങ്ങളെ സപ്പോർട്ടിലാണ്, നിങ്ങളെ മാത്രം ഹൈലൈറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക, അല്ല അവരാണ് അടിപൊളി എന്ന് പറഞ്ഞ് നിൽക്കുക എന്നുള്ള അതവിടെ കിടക്കട്ടെ. എന്നാലും ഒരു പെണ്ണ് ഇത്ര ഇമോഷണലി ഡൗൺ ആയിട്ട് അവളൊരു കാര്യം വന്ന് പറയുമ്പം അതിൻ്റെ വസ്തുത നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടെ? അല്ലെ അവൾക്ക് വെറുതെ ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ കയറി വന്ന് പറയേണ്ട ആവശ്യമില്ല. അല്ലെ അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വലിച്ചു വാരി കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരാളല്ല. എനിക്ക് തോന്നുന്നു ദൃശ്യം 1 കണ്ടതിന് ശേഷം പിന്നെ കാണുന്ന 2 കഴിഞ്ഞ് പിന്നെ 3. അതിന് മുമ്പൊന്നും ഞാൻ ഈ പെണ്ണിന് ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഡിസ്കഷനോ കൺക്ലൂഷനോ അല്ലെങ്കിൽ ചർച്ചയോ ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ആകെ കണ്ട ബിഗ് ബോസിലും അങ്ങനെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആകെ ഉണ്ടാക്കിയത് അന്നത്തെ സീസണിൽ ഏറ്റവും വൈറലായ കണ്ടന്റ് എന്താ തന്നെ അത് ഉണ്ടാക്കാത്ത ഒരാൾ ആ ബിഗ് ബോസിൻ്റെ ഉള്ളിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അത് അത്രത്തോളം അതൊന്ന് വെറുപ്പിക്കലായതാണ്, ഡിസ്കഷൻ ആയതാണ്. ഇവൻ അവരുടെ വീട്ടുകാർ തന്നെ അറിയാലോ, അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ വെറുതെ ഒരു സാധനം ഈ പെൺകുട്ടിക്ക് പറയേണ്ട ആവശ്യമില്ല. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മൾ അത്രയും വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് എനിക്കിത് സങ്കടപ്പെട്ടു, നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിക്കുമ്പം അതിന് മാത്രം ഉണ്ടായിരുന്നു, ഇതിൽ എന്ത് സത്യമാണുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരാൾക്ക് ഉണ്ടാകുന്ന വിഷമമുണ്ട്. നിങ്ങളല്ലേ വളരെ വ്യക്തമായിട്ട് പറയാം, ഞങ്ങളെല്ലാം ഇവൻ്റെ സൈഡാണ്, ഞങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല മോളെ, നീ പോയിക്കോളൂ എന്ന ഒരു ന്യായമുണ്ട്. ഇത് മനുഷ്യനെ കളിയാക്കുന്ന പോലെയല്ലേ? ഒരു ദിവസം ഈ നിൽക്കുന്ന ടീമുകൾക്കൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടണം. അന്നേ നിങ്ങൾക്ക് ഈ പെയിൻ മനസ്സിലാവും. എടാ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. നമ്മളുടെ അടുത്ത് ഒരാൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് തിരിച്ച് അതേ നാണയത്തിൽ കിട്ടും, അതേ നാണയത്തിൽ. അപ്പോഴേ മനസ്സിലാവും. കാരണം എനിക്ക് ഈ അവളുടെ കംപ്ലൈൻറ്റ് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സാധനം. അതും വിടും. അടുത്തൊരു ഓഡിയോയിൽ ടിനി ടോം ചേട്ടൻ്റെ കലാവിരുത് ഞാൻ കാണിച്ചു തരാം. ഇവനെയാണ് ഈ ശ്വേതയൊക്കെ കയറി സപ്പോർട്ട് ചെയ്യുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ അമ്മ കുടുംബ സംഗമത്തിന്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അസഭ്യവും അശ്ലീലവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച് അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്. മുഴുവൻ എനിക്ക് വായിക്കാൻ പറ്റില്ല. മൈ പൂമോളെ, നിന്റെ അമ്മയുടെ ഡാഷ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എന്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തു ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണമായ ഒരു ക്ലിപ്പ് ഇതാണ്. ആലപ്പി അഷ്റഫ് എന്ന് പറയുന്ന വ്യക്തി ആളുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തൊരു ക്ലിപ്പാണ്. അപ്പോൾ ഈ ക്ലിപ്പിൽ ആൾ കൺവേ ചെയ്യുന്നത് ഈ നീന കുമാർ എന്ന് പറയുന്ന വ്യക്തി അന്ന് പറഞ്ഞല്ലോ അവരിങ്ങനെ ടിനി ടോമിൻ്റെ സൈഡിൽ നിന്ന് അസഭ്യ വാക്കുകളൊക്കെ കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ. ആ സിറ്റുവേഷനിൽ ആൾ സംഘടനയ്ക്ക് എഴുതി കൊടുത്ത ഒരു പരാതിയാണത്. അപ്പോൾ ആ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട്. എനിക്കിവിടെ പറയാൻ പറ്റുന്നില്ല. ഈ വാക്ക് നിൻ്റെ അമ്മയുടെ എന്നൊക്കെ പറഞ്ഞ കുറച്ച് വാക്ക്, ഈ വാക്കൊക്കെ ടിനി ടോം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക്കായിട്ട് കൊടുക്കണമായിരുന്നു. മോന്ത കിട്ടുന്നു പച്ചയ്ക്ക് ഞാൻ പറയും കൊടുക്കണമായിരുന്നു. അല്ലെ ചെരുപ്പ് എറിയണമായിരുന്നു. എന്നിട്ട് മതി അമ്മയും ടിവിയും മീഡിയയും ഒക്കെ. ഒരിക്കലും കേട്ട് കരുതായിരുന്നു. ഇങ്ങനെ വൃത്തിയായിട്ട സ്റ്റേറ്റ്മെൻറ്റാണ് ഇവൻ്റെ വായിൽ വരുന്നതെങ്കിൽ എന്ത് മനുഷ്യനാണ്? റീസെൻ്റ്ലി ടിനി ടോമിൻ്റെ മോൻ്റെ ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു, ഞാൻ കണ്ടിരുന്നു. ടിനി ടോമിൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് മതിൽ കയറി അടിക്കലും കുത്തൊക്കെ. എന്ത് ടിനി ടോമിൻ്റെ മോൻ? ഏത് ടിനി ടോമിൻ്റെ മോൻ? ഒരാക്ടർ. എത്ര ആക്ടർമാർ വന്നു, എത്ര ലെജൻഡ് ആക്ടർമാർ വന്നു. അതിൻ്റെ കൂടെ ഒരു കോമഡി വേഷം ചെയ്യുന്ന ഒരു ആക്ടർ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ഒരു സ്റ്റേറ്റ്മെൻറ്റും ഡയലോഗും ഒരു എല്ലാവരും നോക്കി നിൽക്കേ പറഞ്ഞിട്ട് ആക്ഷൻ എടുത്തില്ലെങ്കിൽ എൻ്റെ പൊന്നൻസിബേ നിനക്ക് ഒരു ആക്ഷനും കിട്ടാൻ പോകുന്നില്ല. നിൻ്റെ കയ്യിലുള്ള തെളിവ് വെച്ചിട്ട് നീ മാക്സിമം ഫൈറ്റ് ചെയ്യും എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്
ഇതാണ് ടീനീട്ടോ നല്ല സംസ്കാരം, നല്ല കുടുംബം. അദ്ദേഹം കൈമുട്ട് മുറുക്കി ആക്രമണോത്സുകമായ രീതിയിൽ എന്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുമുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. ഒരു അത് പിന്നെ പൊതുവെ അങ്ങനെയാണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ദേഷ്യം പിടിക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ഇടിക്കാൻ വരാനും അറ്റാക്ക് ചെയ്യാനും വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത്രയൊക്കെ തെറി വിളിച്ചിട്ടുള്ള ആൾക്കാർ, ഇത്രയും തെറി ഈ പെർട്ടിക്കുലർ വ്യക്തി നീനനെ വിളിച്ചെങ്കിൽ അത്രത്തോളം ദേഷ്യത്തിലായിരിക്കും. ദേഷ്യം വരുമ്പോൾ ഓഫ് കോഴ്സ് ഇടിക്കാനും കുത്താനും വരും. അതൊക്കെ നമുക്ക് സത്യം. എന്തായാലും അവിടെ കുറെ ടീമുകൾ ഉണ്ടായിരുന്നു. ഇവരെന്താ ഒപ്പിച്ചെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിന്റെ മേൽ മത തീവ്രവാദത്തിന്റെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഇവര് സാക്ഷികളായിട്ട് കാര്യമല്ല. ഇതിലേതെങ്കിലും ഒന്നിന് നട്ടല് നേരെ ഉണ്ടെങ്കിൽ അവരോട് സാക്ഷി പറയാൻ പറ. അല്ലാണ്ട് അവിടെ കുറേ പേര് സാക്ഷിയാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഏകദേശം എനിക്കിത് കണ്ടതിൽ നിന്ന് മനസ്സിലായത് ഒറ്റൊന്നും കയറി സംസാരിക്കാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെങ്ങനെയെങ്കിലും സ്വന്തം സൈഡ് അമ്മയിൽ ചുറ്റി പോകാൻ നിൽക്കുകയാണ്. അതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആയിരിക്കാനുള്ളത് അവരുടെ സൈഡ് പിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അലിഗേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരാളെങ്കിലും ഇത്രയും വൃത്തികെട്ട കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ വന്ന് സംസാരിക്കണം. അതില്ലെങ്കിൽ ഞാൻ വ്യക്തിപരമായി കേട്ടും സാക്ഷ്യം വഹിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിലുള്ള അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്ന തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും അദ്ദേഹം ഉന്നയിക്കുകയും ഇതാണ് ടിനി ടോമിന്റെ ഏറ്റവും വലിയ അലിഗേഷൻ. അവിഹിതം പുള്ളി പറഞ്ഞത് അൻസിബയുടെ രണ്ടാനച്ഛനുമായിട്ടാണ്. മത തീവ്രവാദം അല്ലെ ഇത് പറഞ്ഞത് ടിനി ടോമിൻ്റെ ഡ്രൈവർ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഡ്രൈവർ എന്തായാലും ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തിട്ടേ സംസാരിക്കാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ എനിക്ക് വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ എക്സിക്യൂട്ടീവ് ഈ അമ്മയിൽ നിൽക്കുന്ന കാറ്റഗറി ഓഫ് ആൾക്കാരോട് നിങ്ങൾക്ക് അതിൽ വിശ്വാസം അല്ലെങ്കിൽ നിങ്ങളെല്ലാം രാജിവെച്ച് കം ഔട്ട് ചെയ്യും. ഇവർ ഈ പരസ്പരം ഒരുമിച്ച് നിൽക്കുന്ന ടീമുകളെല്ലാം ഒരുമിച്ച് നിൽക്കട്ടെ, അപ്പോഴേ ഇവർ തെറ്റിപ്പിരിയും. ഇപ്പോൾ ഇവരെല്ലാം ഗ്യാങ്ങായി നിന്നിട്ട് ഈ അൻസിബയ്ക്ക് എഗെയിൻസ്റ്റ് അല്ലെങ്കിൽ പ്രശ്നം നടക്കുന്ന ഇരകൾക്ക് എഗെയിൻസ്റ്റ് ഇങ്ങനെ നിൽക്കും. അപ്പം ഈ ഇരകളൊക്കെ ഇതിൽ അങ്ങോട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ നായകന്മാരെല്ലാവരും കൂടി ഒരുമിച്ച് വരും. അപ്പോഴാണ് ഇവരുടെ ഇടയിൽ ക്ലാഷ് വരിക. അപ്പോഴാണ് ഇവർ പരസ്പരം തല്ലുക. ഈ തല്ലി കഴിയുമ്പോഴാണ് ഇതിൽ ഓരോന്ന് വിധം പുറത്ത് വന്ന് അൻസിബ പറഞ്ഞ സത്യമാണ്, ഇവർ പറഞ്ഞ സത്യമാണ് എന്ന് പറയും. ഇതാണ് പൊളിറ്റിക്സ്. ഇതാണ് പൊതുവേ നടക്കുന്നത്. ഇനി കുറേ ടീമുകളുണ്ട്, അന്തും കുന്തും ഇല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ സൈഡിൽ ആരൊക്കെയാണോ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞ കാര്യം. നിങ്ങളോടും എനിക്കതാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ഇപ്പം ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് എനിക്ക് എൻ്റെ ഫാമിലി അല്ലെങ്കിൽ എൻ്റെ ജോബ് എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നിൽക്കാൻ പറ്റൂ, ഒരു ഗ്രൂപ്പാണ് എൻ്റെ എല്ലാം പറഞ്ഞിട്ടല്ല. ഈ ഗ്രൂപ്പിൻ്റെ ആവശ്യം എന്താ? നീതി കിട്ടുമ്പോഴാണ്. എന്നാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ മനസ്സിലാവുകയാണ്. ഇപ്പോൾ ഈ അൻസിബയൊക്കെ ഓഡിയോയിൽ കരണ്ട് പറഞ്ഞതുപോലെ ഒരു നീതിയും ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? ഗ്ലട്ട് ഔട്ട് പോവാൻ നോക്ക്. വെറുതെ നിന്ന് അവനവൻ്റെ സമയം കളയാണ്ട്. അല്ലാണ്ട് എന്താ ഞാൻ പറയേണ്ടത്? ഞാൻ ശരിക്കും ചോദിക്കുക, അല്ലാണ്ട് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ ഇതുകൊണ്ടാണ് ഈ വിഷയം ചെയ്യാത്തത്. കാരണം എനിക്കറിയാം ഈ വിഷയം നമ്മൾ ഇനി എത്രയൊക്കെ ഇരുന്ന് സംസാരിച്ചാലും എത്രയൊക്കെ ഡിബേറ്റ് ആയാലും ഡിസ്കഷൻ ആയാലും ഇതിനൊരു തീരുമാനമാകാൻ പോകുന്നില്ല. ഇവർ കുറച്ച് ടീം ഇവിടെ വരും, കുറച്ച് ദിവസം ഡിസ്കഷൻ ആവും, ചിലപ്പോൾ ഈ പെണ്ണ് ഇതിൽ അങ്ങ് പുറത്തോട്ട് പോകും, അല്ലെങ്കിൽ വിത്ത് പ്രൂഫ് കാര്യങ്ങൾ അത്രത്തോളം ഫൈറ്റ് ചെയ്യുക ആക്കുക. പിന്നെ പൊതുവേ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരെ ചെയ്യുന്ന ആൾക്കാർ പോലീസിലൊക്കെ എന്തൊക്കെ കളി കളിക്കേണ്ടത് നമുക്ക് പറയാൻ പറ്റില്ല. ഇനിയുള്ള ആൾക്കാരോടെങ്കിലും വേഗം ഇറങ്ങി പോയിക്കോ, നിങ്ങൾ നിങ്ങളുടെ പരിപാടിയായിട്ട് അടിപൊളിയായിട്ട് പോയിക്കോ. അങ്ങനെയാണെങ്കിൽ ഒരു വിഷയവും ഇല്ല. ഇവർ കുറച്ച് ടീം തന്നെ സ്റ്റാർ ചെയ്യുന്നുണ്ട്. നമ്മുടെ മനസ്സിലൊക്കെ ലാലേട്ടൻ, മമ്മൂട്ടി, പഴയ നടന്മാർ അല്ലെങ്കിൽ നല്ല എവർഗ്രീൻ ആക്ട്രസ്മാരുണ്ട്. ഇവരൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ സൈഡ് ആക്ടേഴ്സ് എന്ന നിലയിലേ കാണുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒഴിവാക്ക്. ഇതൊക്കെയാണ് ഈറ്റിങ്ങളെ വായിൽ വരുന്നത്. ഈ കാറ്റഗറി ഓഫ് ആൾക്കാരുടെ നിൽക്കണ്ട. ഇതാണ് ഞാൻ ഈ വിഷയം സംസാരിക്കാത്തത്. കാരണം മൂടി തന്നെ പോയടാ, നെഗ്ഗായി. ഇനി ഒരു വീഡിയോ കൂടെ ചെയ്തിട്ട് വേണം ജോലിക്ക് പോയി. ദാറ്റ്സ് ഇറ്റ്.